മോർണിംഗ് ഫ്രണ്ട്സ്, ഇൻസൈറ്റ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ മാസത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ടെലിവിഷൻ ഷോ എന്ന റെക്കോർഡ് ലഭിച്ചത്? ഉത്തരം രാമായണം. രാമാനന്ദ സാഗറിൻ്റെ രാമായണം പരമ്പര പുനഃസംപ്രേഷണം ചെയ്യുന്ന ദൂരദർശൻ നാഷണൽ ചാനലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 16 രാമായണം TV-യിൽ കണ്ടത് 7.7 കോടി പേരാണ്. അതൊരു ലോക റെക്കോർഡാണ്. 1987 ആദ്യമായി രാമായണം ദൂരദർശൻ വഴി പ്രക്ഷേപണം ചെയ്തത്. സംവിധായകൻ രാമാനന്ദ സാഗർ തന്നെയായിരുന്നു പരമ്പരയുടെ നിർമ്മാതാവും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ടെലിവിഷൻ ഷോ എന്ന റെക്കോർഡ് ലഭിച്ചത് രാമായണം. രാമാനന്ദ സാഗറിൻ്റെ രാമായണം പരമ്പര പുനഃസംപ്രേഷണം ചെയ്യുന്ന ദൂരദർശൻ നാഷണൽ ചാനലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 16 രാമായണം TV-യിൽ കണ്ടത് 7.7 കോടി പേരാണ്. അതൊരു ലോക റെക്കോർഡാണ്. 1987 ആദ്യമായി രാമായണം ദൂരദർശൻ വഴി പ്രക്ഷേപണം ചെയ്തത്. സംവിധായകൻ രാമാനന്ദ സാഗർ തന്നെയായിരുന്നു പരമ്പരയുടെ നിർമ്മാതാവ്. രണ്ടാമത്തെ ചോദ്യം, കുവൈത്തിൻ്റെ പുതിയ ഇന്ത്യൻ സ്ഥാനപതിയായി നിയമിതനായത്? ഉത്തരം CB ജോർജ്. മലയാളിയായ IFS ഉദ്യോഗസ്ഥൻ കുവൈത്തിലെ സ്ഥാനപതി K ജീവസാഗർ അടുത്ത മാസം അവസാനത്തോടെ വിരമിക്കുകയാണ്. ഇതോടെ കുവൈത്തിലെത്തുന്ന രണ്ടാമത്തെ മലയാളി ഇന്ത്യൻ സ്ഥാനപതിയാണ് CB ജോർജ്. പ്രമുഖ എഴുത്തുകാരൻ കലിക മോഹൻ എന്നറിയപ്പെടുന്ന BMC നായരാണ് ആദ്യമായി കുവൈത്തിലെത്തിയ മലയാളി ഇന്ത്യൻ സ്ഥാനപതി. ദീപക് മീത്തലിനെ ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിച്ചു. മറ്റൊരു മുതിർന്ന നയതന്ത്രജ്ഞൻ പീയൂഷ് ശ്രീവാസ്തവയെ ബഹ്റിനിലെ ഇന്ത്യയുടെ അടുത്ത അംബാസിഡറായും നിയമിച്ചു. കുവൈത്തിൻ്റെ പുതിയ ഇന്ത്യൻ സ്ഥാനപതിയായി നിയമിതനായത് CB ജോർജ്. മലയാളിയായ IFS ഉദ്യോഗസ്ഥൻ കുവൈത്തിലെ K ജീവസാഗർ അടുത്ത മാസം അവസാനത്തോടെ വിരമിക്കുകയാണ്. ഇതോടെ കുവൈത്തിലെത്തുന്ന രണ്ടാമത്തെ മലയാളി ഇന്ത്യൻ സ്ഥാനപതിയാണ് CB ജോർജ്. പ്രമുഖ എഴുത്തുകാരൻ കലിക മോഹൻ എന്നറിയപ്പെടുന്ന BMC നായരാണ് ആദ്യമായി കുവൈത്തിലെത്തിയ മലയാളി ഇന്ത്യൻ സ്ഥാനപതി. ദീപക് മീത്തലിനെ ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിച്ചു. മറ്റൊരു മുതിർന്ന നയതന്ത്രജ്ഞൻ പീയൂഷ് ശ്രീവാസ്തവയെ ബഹ്റിനിലെ ഇന്ത്യയുടെ അടുത്ത അംബാസിഡറായും നിയമിച്ചു. മൂന്നാമത്തെ ചോദ്യം, ഏറ്റവും അടുത്തുള്ള പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നതിനും മിതമായ വിലയിൽ ലഭിക്കുന്ന ജനറ്റിക് മരുന്നുകളുടെ ലഭ്യതയെക്കുറിച്ച് അറിയുന്നതിനും സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഉത്തരം ജൻ ഔഷധി സുഗം. പ്രധാനമന്ത്രി ഭാരതീയ ജന ഔഷധി പരിയോജനയുടെ ഗുണഫലങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിനും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ ജനജീവിതം കൂടുതൽ അനായാസകരമാക്കുന്നതിനുമായാണ് കേന്ദ്ര രാസവസ്തു രാസവള മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ബ്യൂറോ ഓഫ് ഫാർമ ഈ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചത്. ഏറ്റവും അടുത്തുള്ള പ്രധാനമന്ത്രി ജൻ ഔഷധ കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നതിനും മിതമായ വിലയിൽ ലഭിക്കുന്ന ജനറ്റിക് മരുന്നുകളുടെ ലഭ്യതയെക്കുറിച്ച് അറിയുന്നതിനും സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. ഉത്തരം ജൻ ഔഷധി സുഗം. പ്രധാനമന്ത്രി ഭാരതീയ ജന ഔഷധി പരിയോജനയുടെ ഗുണഫലങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിനും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ ജനജീവിതം കൂടുതൽ അനായാസകരമാക്കുന്നതിനു വേണ്ടിയുമാണ് കേന്ദ്ര രാസവസ്തു രാസവളം മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ബ്യൂറോ ഓഫ് ഫാർമ ഈ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചത്. നാലാമത്തെ ചോദ്യം, കോവിഡ് മഹാമാരിയെ തുടർന്നുള്ള ലോക്ക്ഡൗൺ ജനങ്ങൾക്ക് സൃഷ്ടിക്കാനിടയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നത് ലക്ഷ്യമിട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച പാക്കേജ് ഏതാണ്? ഉത്തരം പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ പാക്കേജ് പ്രകാരം 33 കോടിയിലേറെ പാവപ്പെട്ട ജനങ്ങൾക്കായി 31,235 കോടി ഡിജിറ്റൽ ഇടപാടുകളിലൂടെ നേരിട്ട് വിതരണം ചെയ്തു. കോവിഡ് മഹാമാരിയെ തുടർന്നുള്ള ലോക്ക്ഡൗൺ ജനങ്ങൾക്ക് സൃഷ്ടിക്കാനിടയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നത് ലക്ഷ്യമിട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച പാക്കേജ്. ഉത്തരം പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ പാക്കേജ് പ്രകാരം 33 കോടിയിലേറെ പാവപ്പെട്ട ജനങ്ങൾക്കായി 31,235 കോടി ഡിജിറ്റൽ ഇടപാടുകളിലൂടെ നേരിട്ട്. അഞ്ചാമത്തെ ചോദ്യം, ഈയിടെ അന്തരിച്ച നിത്യഹരിത നായകൻ? ഉത്തരം ഋഷി കപൂർ. രാജ് കപൂറിൻ്റെ രണ്ടാമത്തെ മകനായ ഋഷി കപൂർ പിതാവ് സംവിധാനം ചെയ്ത ശ്രീ 420 എന്ന ചിത്രത്തിലെ പ്രശസ്തമായ പ്യാർ ഹുവ ഇക്താർ ഹുവ എന്ന ഗാനത്തിൽ മുഖം കാട്ടിയാണ് ചലച്ചിത്ര രംഗത്ത് അരങ്ങേറിയത്. പിതാവ് രാജ് കപൂർ സംവിധാനം ചെയ്ത മേരാ നാം ജോക്കർ എന്ന ചിത്രത്തിൽ നായകനായ പിതാവിൻ്റെ തന്നെ കുട്ടിക്കാലം അവതരിപ്പിച്ചായിരുന്നു പിന്നീടുള്ള വരവ്.
1970 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരവും നേടി. 1973 രാജ് കപൂറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബോബിയിൽ ഋഷി കപൂർ ആദ്യമായി നായകവേഷം അണിഞ്ഞു. ഹം തും ഏക് കമരേ മേ ബന്ദ് ഹോ എന്ന ഇതിലെ ഗാനം അക്കാലത്തെ ജനപ്രിയ ഹിറ്റായി. ഈയിടെ അന്തരിച്ച നിത്യഹരിത നായകൻ? ഉത്തരം ഋഷി കപൂർ. രാജ് കപൂറിന്റെ രണ്ടാമത്തെ മകനായ ഋഷി കപൂർ പിതാവ് സംവിധാനം ചെയ്ത ശ്രീ 420 എന്ന ചിത്രത്തിലെ പ്രശസ്തമായ പ്യാർ ഹുവ ഇക്താർ ഹുവ എന്ന ഗാനത്തിൽ മുഖം കാട്ടിയാണ് ചലച്ചിത്ര രംഗത്ത് അരങ്ങേറിയത്. പിതാവ് രാജ് കപൂർ സംവിധാനം ചെയ്ത മേരാ നാം ജോക്കർ എന്നീ ചിത്രത്തിൽ നായകനായ പിതാവിന്റെ തന്നെ കുട്ടിക്കാലം അവതരിപ്പിച്ചായിരുന്നു പിന്നീടുള്ള വരവ്. 1970 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരവും നേടി. 1973 രാജ് കപൂറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബോബിയിൽ ഋഷി കപൂർ ആദ്യമായി നായകവേഷം അണിഞ്ഞു. ഹം തും ഏക് കമരേ മേ ബന്ദ് ഹോ എന്ന ഇതിലെ ഗാനം അക്കാലത്തെ ജനപ്രിയ ഹിറ്റായി. ആറാമത്തെ ചോദ്യം. സലാം ബോംബെ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച ഹോളിവുഡിലടക്കം 40-ലേറെ സിനിമകൾ വേഷമിട്ട ബോളിവുഡ് നടൻ? ഉത്തരം ഇർഫാൻ ഖാൻ. രാജസ്ഥാനിലെ ബീഗം ഖാൻ ജഗീദർ ഖാൻ ദമ്പതിമാരുടെ മകനായി 1966 ഇർഫാൻ ഖാൻ ജനിച്ചത്. ഇന്ത്യൻ സിനിമയുടെ അന്താരാഷ്ട്ര മുഖമായിരുന്ന ഇർഫാൻ ഖാൻ ഹോളിവുഡിൽ സ്ലംഡോഗ് മില്ലിയനർ, അമേസിംഗ് സ്പൈഡർമാൻ, ദ നെയിം സേക്ക്, ന്യൂയോർക്ക് ഐ ലവ് യു, ജുറാസിക് വേൾഡ്, ഇൻഫെർണോ എന്നീ ചിത്രങ്ങളിലും വേഷമിട്ടു. സലാം ബോംബെ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച ഹോളിവുഡിലടക്കം 40-ലേറെ സിനിമകൾ വേഷമിട്ട ബോളിവുഡ് നടൻ? ഉത്തരം ഇർഫാൻ ഖാൻ. രാജസ്ഥാനിലെ ബീഗം ഖാൻ ജഗീദർ ഖാൻ ദമ്പതികളുടെ മകനായി 1966 ഇർഫാൻ ഖാൻ ജനിച്ചത്. ഇന്ത്യൻ സിനിമയുടെ അന്താരാഷ്ട്ര മുഖമായിരുന്ന ഇർഫാൻ ഖാൻ ഹോളിവുഡിൽ സ്ലംഡോഗ് മില്ലിയനർ, അമേസിംഗ് സ്പൈഡർമാൻ, ദ നെയിം സേക്ക്, ന്യൂയോർക്ക് ഐ ലവ് യു, ജുറാസിക് വേൾഡ്, ഇൻഫെർണോ എന്നീ ചിത്രങ്ങൾ. ഏഴാമത്തെ ചോദ്യം. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി പുതുതായി നിയമിതനായത്? ഉത്തരം TS തിരുമൂർത്തി. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി TS തിരുമൂർത്തിയെ നിയമിച്ചു. നിലവിൽ വിദേശകാര്യ മന്ത്രാലയത്തിലെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. സയ്യിദ് അക്ബറുദ്ദീന്റെ പകരക്കാരനായിട്ടാണ് TS തിരുമൂർത്തി UN-ൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുക. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി പുതുതായി നിയമിതനായത് TS തിരുമൂർത്തി. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി TS തിരുമൂർത്തിയെ നിയമിച്ചു. നിലവിൽ വിദേശകാര്യ മന്ത്രാലയത്തിലെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. സയ്യിദ് അക്ബറുദ്ദീന്റെ പകരക്കാരനായിട്ടാണ് TS തിരുമൂർത്തി UN-ൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുക. എട്ടാമത്തെ ചോദ്യം. കൊറോണ വൈറസ് മഹാമാരിയെ നേരിടുന്നതിന് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഇന്ത്യക്ക് അനുവദിച്ച വായ്പ എത്രയാണ്? ഉത്തരം $150 കോടി. സമൂഹത്തിലെ ദരിദ്രരും സാമ്പത്തികമായി ദുർബലരുമായ വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും സാമൂഹിക പരിരക്ഷണത്തിനും രോഗപ്രതിരോധത്തിനുള്ള അടിയന്തര നടപടികൾക്കുമായാണ് വായ്പ അനുവദിച്ചിരിക്കുന്നത്. കൊറോണ വൈറസ് പേമാരിയെ നേരിടുന്നതിന് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഇന്ത്യക്ക് അനുവദിച്ച വായ്പ? ഉത്തരം $150 കോടി. സമൂഹത്തിലെ ദരിദ്രരും സാമ്പത്തികമായി ദുർബലരുമായ വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും സാമൂഹിക പരിരക്ഷണത്തിനും രോഗപ്രതിരോധത്തിനുമുള്ള അടിയന്തര നടപടികൾക്കുമായാണ് വായ്പ അനുവദിച്ചിരിക്കുന്നത്. ഒമ്പതാമത്തെ ചോദ്യം. വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ തേടി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ക്യാമ്പയിൻ? ഉത്തരം ഭാരത് പഠേ ഓൺലൈൻ. കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയമാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. പൊതുജനങ്ങളുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ പോർട്ടലുകൾ മെച്ചപ്പെടുത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ഓൺലൈൻ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ തേടി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ക്യാമ്പയിൻ? ഉത്തരം ഭാരത് പഠേ ഓൺലൈൻ. കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയമാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. പൊതുജനങ്ങളുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ പോർട്ടലുകൾ മെച്ചപ്പെടുത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. പത്താമത്തെ ചോദ്യം. എർത്ത് ഡേയോടനുബന്ധിച്ച് ഭൂമി ഗീതമായി റിലീസ് ചെയ്യാൻ UN തീരുമാനിച്ച ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം അഭയ് കുമാർ. മഡഗാസ്കറിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയായ
അഭയ് കുമാർ 2008 റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ചാണ് ഈ ഗാനം രചിച്ചത്. എർത്ത് ഡേയോടനുബന്ധിച്ച് ഭൂമി ഗീതമായി റിലീസ് ചെയ്യാൻ UN തീരുമാനിച്ച ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം അഭയ് കുമാർ. മഡഗാസ്കറിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയായ അഭയ് കുമാർ 2008 റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ചാണ് ഈ ഗാനം രചിച്ചത്. 11ാമത്തെ ചോദ്യം. COVID-19 വ്യാപനത്തെ തുടർന്നുണ്ടായ സാമ്പത്തികാഘാതം പഠിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച സ്ഥാപനം. ഉത്തരം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ. ഗിഫ്റ്റ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന സ്ഥാപനത്തിന്റെ പൂർവ്വനാമം സെന്റർ ഫോർ ടാക്സേഷൻ സ്റ്റഡീസ് എന്നായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ കൈമനത്താണ് ഗിഫ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. പൊതുസമ്പത്ത്, നികുതി വ്യവസ്ഥ, നിയമം, കണക്കെടുത്ത് തുടങ്ങിയ വിഷയങ്ങളിൽ ഗവേഷണം നടത്തുക, പരിശീലനം നൽകുക, പാഠ്യക്രമം തയ്യാറാക്കുക, വിദഗ്ധ അഭിപ്രായം നൽകുക, പ്രസിദ്ധീകരണം എന്നിവ ഗിഫ്റ്റിൽ നടത്തിവരുന്നു. COVID-19 വ്യാപനത്തെ തുടർന്നുണ്ടായ സാമ്പത്തികാഘാതം പഠിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച സ്ഥാപനം. ഉത്തരം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ. ഗിഫ്റ്റ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന സ്ഥാപനത്തിന്റെ പൂർവ്വനാമം സെന്റർ ഫോർ ടാക്സേഷൻ സ്റ്റഡീസ് എന്നായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ കൈമനത്താണ് ഗിഫ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. പൊതുസമ്പത്ത്, നികുതി വ്യവസ്ഥ, നിയമം, കണക്കെഴുത്ത് തുടങ്ങിയ വിഷയങ്ങളിൽ ഗവേഷണം നടത്തുക, പരിശീലനം നൽകുക, പാഠ്യക്രമം തയ്യാറാക്കുക, വിദഗ്ധ അഭിപ്രായം നൽകുക, പ്രസിദ്ധീകരണം എന്നിവ ഗിഫ്റ്റിൽ നടത്തിവരുന്നു. 12ാമത്തെ ചോദ്യം. കൊറോണ പ്രതിരോധത്തിനായി ഓപ്പറേഷൻ ഷീൽഡ് നടപ്പാക്കിയത് എവിടെ? ഉത്തരം ഡൽഹി. ഡൽഹിയിലെ 21 കൊറോണ വൈറസ് ബാധിത പ്രദേശങ്ങളിലാണ് ഓപ്പറേഷൻ ഷീൽഡ് നടപ്പാക്കിയത്. കോവിഡ് ട്രാക്കിംഗ്, ഐസൊലേഷൻ, അവശ്യ വസ്തുക്കളുടെ വിതരണം, വീടുകൾ തോറുമുള്ള പരിശോധന എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. കൊറോണ പ്രതിരോധത്തിനായി ഓപ്പറേഷൻ ഷീൽഡ് നടപ്പാക്കിയത് എവിടെ? ഉത്തരം ഡൽഹി. ഡൽഹിയിലെ 21 കൊറോണ വൈറസ് ബാധിത പ്രദേശങ്ങളിലാണ് ഓപ്പറേഷൻ ഷീൽഡ് നടപ്പാക്കിയത്. കോവിഡ് ട്രാക്കിംഗ്, ഐസൊലേഷൻ, അവശ്യ വസ്തുക്കളുടെ വിതരണം, വീടുകൾ തോറുമുള്ള പരിശോധന എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. 13ാമത്തെ ചോദ്യം. പാവങ്ങൾക്ക് സൗജന്യ ഭക്ഷണം നൽകാനുള്ള ഫുഡ് ബാങ്ക് പദ്ധതി ഏത് സംസ്ഥാനത്താണ് നടപ്പാക്കുന്നത്? ഉത്തരം മണിപ്പൂർ. ലോക്ക്ഡൌണിൽ ഭക്ഷണം ലഭിക്കാതായ പാവങ്ങൾക്ക് വേണ്ടി മണിപ്പൂരിലെ ഇംഫാൽ ഈസ്റ്റ് ജില്ലാ ഭരണകൂടമാണ് പദ്ധതി ആരംഭിച്ചത്. ഹെൽപ്പ് ആൻഡ് ഹങ്കർ ടുഡേ എന്നതാണ് ഫുഡ് ബാങ്ക് പദ്ധതിയുടെ പ്രമേയവാക്യം. പാവങ്ങൾക്ക് സൗജന്യ ഭക്ഷണം നൽകാനാണ് നടപ്പാക്കുന്നത്. ഉത്തരം മണിപ്പൂർ. ലോക്ക്ഡൌണിൽ ഭക്ഷണം ലഭിക്കാതായ പാവങ്ങൾക്ക് വേണ്ടി മണിപ്പൂരിലെ ഇംഫാൽ ഈസ്റ്റ് ജില്ലാ ഭരണകൂടമാണ് പദ്ധതി ആരംഭിച്ചത്. ഹെൽപ്പ് ആൻഡ് ഹങ്കർ ടുഡേ എന്നതാണ് ഫുഡ് ബാങ്ക് പദ്ധതിയുടെ പ്രമേയവാക്യം. 14ാമത്തെ ചോദ്യം. COVID-19 പ്രതിരോധത്തിനായി ബ്ലൂടൂത്ത് അധിഷ്ഠിത കോൺട്രാക്ട് ട്രേസിംഗ് സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനായി ഗൂഗിളുമായി കൈകോർക്കുന്ന കമ്പനി ഏതാണ്? ഉത്തരം ആപ്പിൾ. സ്ട്രാറ്റോണിലെ ബ്ലൂടൂത്ത് സിഗ്നലുകൾ ഉപയോഗിച്ചാണ് ഫോൺ ഉടമ രോഗബാധയുണ്ടാവാനിടയുള്ള അകലത്തിൽ രോഗിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തുക. ആരിലെങ്കിലും പിന്നീട് രോഗം സ്ഥിരീകരിച്ചാൽ ആ വിവരം ഉപഭോക്താക്കളെ അറിയിക്കും. GPS വിവരങ്ങളോ വ്യക്തി വിവരങ്ങളോ ഇതിനായി ശേഖരിക്കില്ല. COVID-19 പ്രതിരോധത്തിനായി ബ്ലൂടൂത്ത് അധിഷ്ഠിത കോൺട്രാക്ട് ട്രേസിംഗ് സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനായി ഗൂഗിളുമായി കൈകോർക്കുന്ന കമ്പനി ഏതാണ്? ഉത്തരം ആപ്പിൾ. സ്ട്രാറ്റോണിലെ ബ്ലൂടൂത്ത് സിഗ്നലുകൾ ഉപയോഗിച്ചാണ് ഫോൺ ഉടമ രോഗബാധ ഉണ്ടാവാനിടയുള്ള അകലത്തിൽ രോഗിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തുക. ആരിലെങ്കിലും പിന്നീട് രോഗം സ്ഥിരീകരിച്ചാൽ ആ വിവരം ഉപയോക്താക്കളെ അറിയിക്കും. GPS വിവരങ്ങളോ വ്യക്തി വിവരങ്ങളോ ഇതിനായി ശേഖരിക്കില്ല. 15ാമത്തെ ചോദ്യം. സാനിറ്റൈസിംഗ് ടണൽ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഉത്തരം അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ. COVID-19 വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻകരുതലായാണ് സാനിറ്റൈസിംഗ് ടണൽ ഏർപ്പെടുത്തിയത്. വെസ്റ്റേൺ റെയിൽവേക്ക് കീഴിലാണ് അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ. സാനിറ്റൈസിംഗ് ടണൽ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ. ഉത്തരം അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ. COVID-19 വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻകരുതലായാണ് സാനിറ്റൈസിംഗ് ടണൽ ഏർപ്പെടുത്തിയത്. വെസ്റ്റേൺ റെയിൽവേക്ക് കീഴിലാണ് അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ. 16ാമത്തെ ചോദ്യം. ലോക പാർക്കിൻസൺ രോഗദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഏപ്രിൽ 11. പാർക്കിൻസൺസ് രോഗത്തെക്കുറിച്ച് പഠിച്ച് വൈദ്യശാസ്ത്രത്തിന് വലിയ സംഭാവനകൾ നൽകിയ ഇംഗ്ലീഷ് സർജൻ ജെയിംസ് പാർക്കിൻസന്റെ ജന്മദിനമാണ് ഏപ്രിൽ 11.
ലോക പാർക്കിൻസൺസ് രോഗ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഏപ്രിൽ 11. പാർക്കിൻസൺസ് രോഗത്തെക്കുറിച്ച് പഠിച്ച് വൈദ്യശാസ്ത്രത്തിന് വലിയ സംഭാവനകൾ നൽകിയ ഇംഗ്ലീഷ് സർജൻ ജെയിംസ് പാർക്കിൻസന്റെ ജന്മദിനമാണ് ഏപ്രിൽ 11. 17-ാമത്തെ ചോദ്യം. ഓൺലൈൻ പഠന സംവിധാനങ്ങൾ വിലയിരുത്താനായി കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ ഏതാണ്? ഉത്തരം യുക്തി. യങ് ഇന്ത്യ കോമ്പാക്റ്റിംഗ് കോവിഡ് വിത്ത് നോളജ്, ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. മാനവ വിഭവശേഷി വികസന മന്ത്രാലയം നടപ്പാക്കുന്ന പഠന സംവിധാനങ്ങൾക്ക് പോർട്ടൽ വഴി നിരീക്ഷണം ഏർപ്പെടുത്തും. ഓൺലൈൻ പഠന സംവിധാനങ്ങൾ വിലയിരുത്താനായി കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ ഏതാണ്? ഉത്തരം യുക്തി. യങ് ഇന്ത്യ കോമ്പാക്റ്റിംഗ് കോവിഡ് വിത്ത് നോളജ്, ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. മാനവ വിഭവശേഷി വികസന മന്ത്രാലയം നടപ്പാക്കുന്ന പഠന സംവിധാനങ്ങൾക്ക് പോർട്ടൽ വഴി നിരീക്ഷണം ഏർപ്പെടുത്തും. 18-ാമത്തെ ചോദ്യം. 2020 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് ഏത് രാജ്യത്താണ്? ഉത്തരം ഇന്ത്യ. 2020 നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. ആതിഥ്യം വഹിക്കുന്ന നഗരം പിന്നീട് തീരുമാനിക്കും. അതിനു മുമ്പ് 1980 പുരുഷന്മാരുടെയും 2003 വനിതകളുടെയും ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ ആതിഥ്യം വഹിച്ചിട്ടുണ്ട്. 2019 മുതൽ ഒറ്റ ചാമ്പ്യൻഷിപ്പായാണ് നടത്തുന്നത്. 2020 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് ഏത് രാജ്യത്താണ്? ഉത്തരം ഇന്ത്യ. 2020 നവംബർ ഡിസംബർ മാസങ്ങളിലായാണ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. ആതിഥ്യം വഹിക്കുന്ന നഗരം പിന്നീട് തീരുമാനിക്കും. ഇതിനു മുൻപ് 1980 പുരുഷന്മാരുടെയും 2003 വനിതകളുടെയും ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ ആതിഥ്യം വഹിച്ചിട്ടുണ്ട്. 2019 മുതൽ ഒറ്റ ചാമ്പ്യൻഷിപ്പായാണ് നടത്തുന്നത്. 19-ാമത്തെ ചോദ്യം. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മൃഗങ്ങൾക്കായി ക്വാറന്റൈൻ ഏർപ്പെടുത്തിയ ആദ്യ ദേശീയോദ്യാനം? ഉത്തരം ജിം കോർബറ്റ് ദേശീയോദ്യാനം. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ദേശീയോദ്യാനത്തിൽ വിവിധ ഇടങ്ങളിലായി സ്ഥാപിച്ച ക്യാമറകൾ വഴി മൃഗങ്ങളിലെ രോഗലക്ഷണവും നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനമായ ജിം കോർബറ്റ് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മൃഗങ്ങൾക്കായി ക്വാറന്റൈൻ ഏർപ്പെടുത്തിയ ആദ്യ ദേശീയോദ്യാനം? ഉത്തരം ജിം കോർബറ്റ് ദേശീയോദ്യാനം. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ദേശീയോദ്യാനത്തിൽ വിവിധ ഇടങ്ങളിലായി സ്ഥാപിച്ച ക്യാമറകൾ വഴി മൃഗങ്ങളിലെ രോഗലക്ഷണവും നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനമായ ജിം കോർബറ്റ് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. 20-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ഉത്തരം SBI. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ പൊതുമേഖലാ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കാണ് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ചൈന. വലിപ്പത്തിൽ ലോകത്തെ 43-ാമത്തെ ബാങ്കാണ് SBI. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ഉത്തരം SBI. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ പൊതുമേഖലാ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കാണ് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ചൈന. വലിപ്പത്തിൽ ലോകത്തെ 43-ാമത്തെ ബാങ്ക് SBI ആണ്. 21-ാമത്തെ ചോദ്യം. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ രൂപവത്കരിച്ച 10-അംഗ സമിതിയുടെ ചെയർമാൻ ആരാണ്? ഉത്തരം അമിതാഭ് കാന്ത്. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അമിതാഭ് കാന്ത്. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ രൂപവത്കരിച്ച 10-അംഗ സമിതിയുടെ ചെയർമാൻ ആരാണ്? ഉത്തരം അമിതാഭ് കാന്ത്. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അമിതാഭ് കാന്ത്. 22-ാമത്തെ ചോദ്യം. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഏപ്രിൽ 7. എല്ലാ വർഷവും ലോകാരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് ലോകാരോഗ്യ ദിനം ആചരിക്കുന്നത്. ടു സപ്പോർട്ട് നഴ്സ് ആൻഡ് മിഡ്വൈഫ്സ് എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഏപ്രിൽ 7. എല്ലാ വർഷവും ലോകാരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് ലോകാരോഗ്യ ദിനം ആചരിക്കുന്നത്. ടു സപ്പോർട്ട് നഴ്സ് ആൻഡ് മിഡ്വൈഫ്സ് എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. 23-ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ നിന്നും മാലിദ്വീപിലേക്ക് 6.2 ടൺ അവശ്യമരുന്നുകൾ എത്തിച്ച വ്യോമസേനാ ദൗത്യത്തിന്റെ പേരെന്താണ്? ഉത്തരം ഓപ്പറേഷൻ സഞ്ജീവിനി. ആരോഗ്യരംഗത്ത് പിന്നോക്കാവസ്ഥയിലുള്ള രാജ്യങ്ങളെ COVID-19 വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സഹായിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഓപ്പറേഷൻ സഞ്ജീവിനി.
ഇന്ത്യയിൽ നിന്നും മാലദ്വീപിലേക്ക് 6.2 ടൺ അവശ്യമരുന്നുകൾ എത്തിച്ച വ്യോമസേനാ ദൗത്യത്തിന്റെ പേരെന്താണ്? ഉത്തരം ഓപ്പറേഷൻ സഞ്ജീവിനി. ആരോഗ്യരംഗത്ത് പിന്നോക്കാവസ്ഥയിലുള്ള രാജ്യങ്ങളെ COVID-19 വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സഹായിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഓപ്പറേഷൻ സഞ്ജീവിനി. 24-ാമത്തെ ചോദ്യം. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ സേന ആവിഷ്കരിച്ച പദ്ധതി. ഉത്തരം ഓപ്പറേഷൻ നമസ്തേ. 2020 മാർച്ച് 27-നാണ് സൈന്യം ഓപ്പറേഷൻ നമസ്തേ പ്രഖ്യാപിച്ചത്. രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായ പശ്ചാത്തലത്തിലാണ് സൈന്യം പ്രതിരോധ പദ്ധതിയുമായി രംഗത്ത് വന്നത്. MM നരവനെയാണ് കരസേനാ മേധാവി. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ സേന ആവിഷ്കരിച്ച പദ്ധതി ഓപ്പറേഷൻ നമസ്തേ. 2020 മാർച്ച് 27-നാണ് സൈന്യം ഓപ്പറേഷൻ നമസ്തേ പ്രഖ്യാപിച്ചത്. രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായ പശ്ചാത്തലത്തിലാണ് സൈന്യം പ്രതിരോധ പദ്ധതിയുമായി രംഗത്ത് വന്നത്. MM നരവനെയാണ് കരസേനാ മേധാവി. 25-ാമത്തെ ചോദ്യം. പെപ്സിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. ഉത്തരം ഷഫാലി വർമ്മ. 16-കാരിയായ ഷഫാലി വർമ്മ 1 വർഷത്തേക്കാണ് പെപ്സിയുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ബോളിവുഡ് താരം സൽമാൻ ഖാനും പെപ്സിക്കോയുമായി 2 വർഷത്തെ കരാറിൽ ഏർപ്പെട്ടിരുന്നു. പെപ്സിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. ഉത്തരം ഷഫാലി വർമ്മ. 16-കാരിയായ ഷഫാലി വർമ്മ 1 വർഷത്തേക്കാണ് പെപ്സിയുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ബോളിവുഡ് താരം സൽമാൻ ഖാനും പെപ്സിക്കോയുമായി 2 വർഷത്തെ കരാറിൽ ഏർപ്പെട്ടിരുന്നു. 26-ാമത്തെ ചോദ്യം. 2020-ലെ വിസ്ഡൺ ലീഡിംഗ് ക്രിക്കറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ട പുരുഷ താരം. ഉത്തരം ബെൻ സ്റ്റോക്സ്. ഓസ്ട്രേലിയയുടെ എലിസ പെറിയാണ് വനിതകളിൽ ഈ നേട്ടത്തിന് അർഹയായത്. 2020-ലെ വിസ്ഡൺ ലീഡിംഗ് ക്രിക്കറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ട പുരുഷ താരം ബെൻ സ്റ്റോക്സ്. ഓസ്ട്രേലിയയുടെ എലിസ പെറിയാണ് വനിതകളിൽ ഈ നേട്ടത്തിന് അർഹയായത്. 27-ാമത്തെ ചോദ്യം. കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗം. ഉത്തരം കടുവ. ന്യൂയോർക്കിലെ ബ്രാങ്ക്സ് മൃഗശാലയിലെ 4 വയസ്സുള്ള പെൺകടുവയ്ക്കാണ് 2020 ഏപ്രിലിൽ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗം കടുവ. ന്യൂയോർക്കിലെ ബ്രാങ്ക്സ് മൃഗശാലയിലെ 4 വയസ്സുള്ള പെൺകടുവയ്ക്കാണ് 2020 ഏപ്രിലിൽ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 28-ാമത്തെ ചോദ്യം. അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പങ്ങളും മുൻകൂട്ടി അറിയാൻ സഹായിക്കുന്ന നാസയുടെ പുതിയ ഉപഗ്രഹം ഏതാണ്? ഉത്തരം സിറസ്. ഉപഗ്രഹത്തിൽ നിന്ന് എടുക്കുന്ന ചിത്രങ്ങൾ വിശദമായി പരിശോധിച്ചാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പങ്ങളും മുൻകൂട്ടി അറിയുന്നത്. ദ ക്യൂബ്സാറ്റ് ഇമേജിംഗ് റാഡർ ഫോർ എർത്ത് സയൻസ് എന്നതാണ് സിറസിന്റെ പൂർണ്ണരൂപം. അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പങ്ങളും മുൻകൂട്ടി അറിയാൻ സഹായിക്കുന്ന നാസയുടെ പുതിയ ഉപഗ്രഹമാണ് സിറസ്. ഉപഗ്രഹത്തിൽ നിന്ന് എടുക്കുന്ന ചിത്രങ്ങൾ വിശദമായി പരിശോധിച്ചാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പങ്ങളും മുൻകൂട്ടി അറിയുന്നത്. ദ ക്യൂബ്സാറ്റ് ഇമേജിംഗ് റാഡർ ഫോർ എർത്ത് സയൻസ് എന്നതാണ് സിറസിന്റെ പൂർണ്ണരൂപം. 29-ാമത്തെ ചോദ്യം. 2022-ലെ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന നഗരം. ഉത്തരം ഹാങ്ഷു. 2022 സെപ്റ്റംബർ 10 മുതൽ 25 വരെയാണ് 19ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കുക. ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന 3ാമത്തെ ചൈനീസ് നഗരമാണ് ഹാങ്ഷു. 1990-ൽ ബീജിംഗിലും 2010-ൽ ഗ്വാങ്ഷുവിലും മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. 2022-ലെ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന നഗരം. ഉത്തരം ഹാങ്ഷു. 2022 സെപ്റ്റംബർ 10 മുതൽ 25 വരെയാണ് 19ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കുക. ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന 3ാമത്തെ ചൈനീസ് നഗരമാണ് ഹാങ്ഷു. 1990-ൽ ബീജിംഗിലും 2010-ൽ ഗ്വാങ്ഷുവിലും മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. 30-ാമത്തെ ചോദ്യം. 2020 ഏപ്രിലിൽ വിദേശകാര്യ വക്താവായി നിയമിതനായത് ആരാണ്? ഉത്തരം അനുരാഗ് ശ്രീവാസ്തവ. 1999 ബാച്ച് IFS ഉദ്യോഗസ്ഥനാണ് അനുരാഗ് ശ്രീവാസ്തവ. എത്യോപ്യയിൽ ഇന്ത്യൻ അംബാസഡറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. വിരമിക്കുന്ന ഉദ്യോഗസ്ഥൻ രവീഷ് കുമാറിന്റെ പിൻഗാമിയായാണ് നിയമനം. 2020 ഏപ്രിലിൽ വിദേശകാര്യ വക്താവായി നിയമിതനായത് ആരാണ്? അനുരാഗ് ശ്രീവാസ്തവ. 1999 ബാച്ച് IFS ഉദ്യോഗസ്ഥനാണ് അനുരാഗ് ശ്രീവാസ്തവ. എത്യോപ്യയിൽ ഇന്ത്യൻ അംബാസിഡറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. വിരമിക്കുന്ന ഉദ്യോഗസ്ഥൻ രവീഷ് കുമാറിന്റെ പിൻഗാമിയായാണ് നിയമനം. 31-ാമത്തെ ചോദ്യം. COVID-19 ക്വാറന്റൈൻ ലംഘിക്കുന്നവരെ കണ്ടെത്താനായി IIT ബോംബെ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ. ഉത്തരം ക്വാറന്റൈൻ.
രോഗബാധ സ്ഥിരീകരിക്കുന്നവരെ അധികൃതർക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനമാണ് ക്വാറന്റൈൻ വഴി ഒരുക്കിയിട്ടുള്ളത്. COVID-19 ക്വാറന്റൈൻ ലംഘിക്കുന്നവരെ കണ്ടെത്താനായി IIT ബോംബെ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ. ഉത്തരം ക്വാറന്റൈൻ. രോഗബാധ സ്ഥിരീകരിക്കുന്നവരെ അധികൃതർക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനമാണ് ക്വാറന്റൈൻ വഴി ഒരുക്കിയിട്ടുള്ളത്. 32ാമത്തെ ചോദ്യം. ഡെംബോ ഉസ്മാൻ എന്നറിയപ്പെട്ടിരുന്ന KV ഉസ്മാൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടയാളാണ്? ഉത്തരം ഫുട്ബോൾ. 2020 മാർച്ച് 31 അന്തരിച്ച KV ഉസ്മാൻ 1973 ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ കേരള ടീമിന്റെ സ്റ്റോപ്പർ ബാക്കായിരുന്നു. 1968-69 ബംഗളൂരുവിൽ നടന്ന സന്തോഷ് ട്രോഫിയിലും കേരള ടീമിലും അംഗമായിരുന്നു. ഡെംബോ സ്പോർട്സ് ക്ലബിന്റെ പ്രധാന താരമായിരുന്നു. ക്ലബിനായി പുറത്തെടുത്ത മികച്ച പ്രകടനം അദ്ദേഹത്തിന് ഡെംബോ ഉസ്മാൻ എന്ന പേരും നേടിക്കൊടുത്തു. ഡെംബോ ഉസ്മാൻ എന്നറിയപ്പെട്ടിരുന്ന KV ഉസ്മാൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട ആളാണ്? ഉത്തരം ഫുട്ബോൾ. 2020 മാർച്ച് 31 അന്തരിച്ച KV ഉസ്മാൻ 1973 ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ കേരള ടീമിന്റെ സ്റ്റോപ്പർ ബാക്കായിരുന്നു. 1968-69 ബംഗളൂരുവിൽ നടന്ന സന്തോഷ് ട്രോഫിയിലും കേരള ടീമിലും അംഗമായിരുന്നു. ഡെംബോ സ്പോർട്സ് ക്ലബിന്റെ പ്രധാന താരമായിരുന്നു. ക്ലബിനായി പുറത്തെടുത്ത മികച്ച പ്രകടനം അദ്ദേഹത്തിന് ഡെംബോ ഉസ്മാൻ എന്ന പേരും നേടിക്കൊടുത്തു. 33ാമത്തെ ചോദ്യം. 2020 ക്രിട്ടിക്സ് ചോയ്സ് ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത്? ഉത്തരം കുമ്പളങ്ങി നൈറ്റ്സ്. 8 ഇന്ത്യൻ ഭാഷകളിലായാണ് ക്രിട്ടിക്സ് ചോയ്സ് ചലച്ചിത്ര പുരസ്കാരം നൽകുന്നത്. ഉണ്ട എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്കാണ് മലയാളത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം. പാർവതി സിനിമ ഉയരെ മികച്ച നടിയും ആഷിഖ് അബു സിനിമ വൈറസ് മികച്ച സംവിധായകനുമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2020 ക്രിട്ടിക്സ് ചോയ്സ് ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത്? ഉത്തരം കുമ്പളങ്ങി നൈറ്റ്സ്. 8 ഇന്ത്യൻ ഭാഷകളിലാണ് ക്രിട്ടിക്സ് ചോയ്സ് ചലച്ചിത്ര പുരസ്കാരം നൽകുന്നത്. ഉണ്ട എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്കാണ് മലയാളത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം. പാർവതി മികച്ച നടിയും ആഷിഖ് അബു മികച്ച സംവിധായകനുമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 34ാമത്തെ ചോദ്യം. 2021 ഏഷ്യൻ യൂത്ത് ഗെയിംസ് സംഘടിപ്പിക്കുന്നത് ഏത് രാജ്യത്താണ്? ഉത്തരം ചൈന. 2021 നവംബർ 20 മുതൽ 28 വരെയാണ് 3ാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസ് സംഘടിപ്പിക്കുന്നത്. ചൈനയിലെ ഗ്യാങ്ടോങ്ങിലുള്ള ഷാൻറൌ പട്ടണത്തിലായിരിക്കും 18 മത്സര ഇനങ്ങൾക്കുള്ള വേദികൾ ഒരുക്കുക. 2021 ഏഷ്യൻ യൂത്ത് ഗെയിംസ് സംഘടിപ്പിക്കുന്നത് ഏത് രാജ്യത്താണ്? ഉത്തരം ചൈന. 2021 നവംബർ 20 മുതൽ 28 വരെയാണ് 3ാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസ് സംഘടിപ്പിക്കുന്നത്. ചൈനയിലെ ഗ്യാങ്ടോങ്ങിലുള്ള ഷാൻറൌ പട്ടണത്തിലായിരിക്കും 18 മത്സര ഇനങ്ങൾക്കുള്ള വേദികൾ ഒരുക്കുക. 35ാമത്തെ ചോദ്യം. ഇന്ത്യൻ സർക്കാരിന്റെ സമഗ്ര COVID-19 ട്രാക്കിംഗ് ആപ്ലിക്കേഷൻ ഏതാണ്? ഉത്തരം ആരോഗ്യ സേതു. ഉപയോക്താക്കൾക്ക് ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടാനുള്ള സംവിധാനം ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. COVID-19 പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനായി കേരള സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് GOK ഡയറക്റ്റ്. ഇന്ത്യൻ സർക്കാരിന്റെ സമഗ്ര COVID-19 ട്രാക്കിംഗ് ആപ്ലിക്കേഷനാണ് ആരോഗ്യ സേതു. ഉപയോക്താക്കൾക്ക് ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടാനുള്ള സംവിധാനം ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. COVID-19 വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനായി കേരള സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് GOK ഡയറക്റ്റ്. 36ാമത്തെ ചോദ്യം. COVID-19 ലോക്ക്ഡൗൺ കാലത്ത് പാവപ്പെട്ടവർക്കായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം നൽകുന്നത് ഏതു പദ്ധതിയിലൂടെയാണ്? ഉത്തരം ഗരീബ് കല്യാൺ യോജന. കൊറോണ സൃഷ്ടിക്കുന്ന സാമ്പത്തിക ആഘാതം മറികടക്കാൻ കേന്ദ്ര സർക്കാർ 1.70 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജാണ് പ്രഖ്യാപിച്ചത്. COVID-19 ലോക്ക്ഡൗൺ കാലത്ത് പാവപ്പെട്ടവർക്കായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം നൽകുന്നത് ഏതു പദ്ധതിയിലൂടെയാണ്? ഉത്തരം ഗരീബ് കല്യാൺ യോജന. കൊറോണ സൃഷ്ടിക്കുന്ന സാമ്പത്തിക ആഘാതം മറികടക്കാൻ 37ാമത്തെ ചോദ്യം. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ലോകബാങ്ക് ഇന്ത്യക്ക് അടിയന്തര സഹായമായി നൽകിയ തുക? ഉത്തരം $1 ബില്യൺ. COVID-19 മഹാമാരിയെ തുടർന്ന് ഉണ്ടായേക്കാവുന്ന സാമ്പത്തിക പ്രതിസന്ധി കൂടി കണക്കിലെടുത്താണ് ലോകബാങ്ക് ഇന്ത്യക്ക് $100 കോടി സഹായധനം നൽകിയത്. രോഗബാധിതരെ വേഗത്തിൽ കണ്ടെത്താനും ചികിത്സാ സംവിധാനങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും കൂടുതൽ വേഗത്തിലാക്കാനും ഇത് സഹായമായേക്കും.
COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ലോകബാങ്ക് ഇന്ത്യക്ക് അടിയന്തര സഹായമായി നൽകിയ തുക എത്രയാണ്? ഉത്തരം $1 ബില്യൺ. COVID-19 ഉണ്ടായേക്കാവുന്ന സാമ്പത്തിക പ്രതിസന്ധി കൂടി കണക്കിലെടുത്താണ് ലോകബാങ്ക് ഇന്ത്യക്ക് $100 കോടി സഹായധനം നൽകിയത്. രോഗബാധിതരെ വേഗത്തിൽ കണ്ടെത്താനും ചികിത്സാ സംവിധാനങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും കൂടുതൽ വേഗത്തിലാക്കാനും ഇത് സഹായകമായേക്കും. 38ാമത്തെ ചോദ്യം. COVID-19 തുടർന്നുണ്ടായ ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്ക് $5000 സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം ഡൽഹി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഏപ്രിൽ 2-നാണ് ടാക്സി ഡ്രൈവർമാർക്ക് സഹായധനം പ്രഖ്യാപിച്ചത്. COVID-19 തുടർന്നുണ്ടായ ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്ക് $5000 സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം ഡൽഹി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഏപ്രിൽ 2-നാണ് ടാക്സി ഡ്രൈവർമാർക്ക് സഹായധനം പ്രഖ്യാപിച്ചത്. 39ാമത്തെ ചോദ്യം. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ആദ്യമായി ഇത്തവണ റദ്ദാക്കിയ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ഏതാണ്? ഉത്തരം വിംബിൾഡൺ. കൊറോണ വൈറസ് വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഗ്രാൻഡ് സ്ലാമിന്റെ ഏക പുൽക്കോട്ട് ടൂർണമെന്റായ വിംബിൾഡൺ ജൂൺ 29-നാണ് തുടങ്ങേണ്ടിയിരുന്നത്. അടുത്ത വർഷത്തെ ടൂർണമെന്റ് ജൂൺ 28 മുതൽ ജൂലൈ 11 വരെ നടക്കും. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെയും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെയും സമയത്താണ് ഇതിനു മുൻപ് വിംബിൾഡൺ റദ്ദാക്കിയിട്ടുള്ളത്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ആദ്യമായി ഇത്തവണ റദ്ദാക്കിയ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ഉത്തരം വിംബിൾഡൺ. കൊറോണ വൈറസ് വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഗ്രാൻഡ് സ്ലാമിലെ ഏക പുൽക്കോട്ട് ടൂർണമെന്റായ വിംബിൾഡൺ ജൂൺ 29-നാണ് തുടങ്ങേണ്ടിയിരുന്നത്. അടുത്ത വർഷത്തെ ടൂർണമെന്റ് ജൂൺ 28 മുതൽ ജൂലൈ 11 വരെ നടക്കും. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെയും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെയും സമയത്താണ് ഇതിനു മുൻപ് വിംബിൾഡൺ റദ്ദാക്കിയിട്ടുള്ളത്. 40ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. 2020 ഏപ്രിൽ 1-നാണ് രാജ്യത്തെ 10 പൊതുമേഖലാ ബാങ്കുകൾ ലയിച്ച് 4 എണ്ണമാക്കിയത്. ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കിലും അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിലും ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലും ലയിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ഉത്തരം പഞ്ചാബ് നാഷണൽ ബാങ്ക്. 2020 ഏപ്രിൽ 1-നാണ് രാജ്യത്തെ 10 പൊതുമേഖലാ ബാങ്കുകൾ ലയിച്ച് 4 എണ്ണമായത്. ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കിലും അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിലും ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലും ലയിച്ചു. 41ാമത്തെ ചോദ്യം. 1968-ൽ കറുത്ത പൗർണമി എന്ന സിനിമയിലൂടെ സംഗീത സംവിധാന മേഖലയിലേക്ക് പ്രവേശിച്ച സംഗീത സംവിധായകൻ ഈയിടെ അന്തരിച്ചു. ആരാണ് അദ്ദേഹം? ഉത്തരം MK അർജുനൻ മാസ്റ്റർ. 1968-ൽ കറുത്ത പൗർണമി എന്ന സിനിമയിലൂടെ സംഗീത സംവിധാന മേഖലയിലേക്ക് പ്രവേശിച്ച സംഗീത സംവിധായകൻ ഈയിടെ അന്തരിച്ചു. ആരാണ് അദ്ദേഹം? ഉത്തരം MK അർജുനൻ മാസ്റ്റർ. 42ാമത്തെ ചോദ്യം. ഈയിടെ അന്തരിച്ച മലയാളം സിനിമ ഹാസ്യതാരവും നാടക പ്രവർത്തകനുമായിരുന്ന വ്യക്തി? ഉത്തരം കലിംഗ ശശി. ഈയിടെ അന്തരിച്ച മലയാളം സിനിമ ഹാസ്യതാരവും നാടക പ്രവർത്തകനുമായിരുന്ന വ്യക്തി? ഉത്തരം കലിംഗ ശശി. 43ാമത്തെ ചോദ്യം. കേന്ദ്ര സർക്കാർ 10 പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിച്ച് 4 ആക്കി. ഇതേ തുടർന്ന് ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്രയായാണ് ചുരുങ്ങിയത്? ഉത്തരം 12. കേന്ദ്ര സർക്കാർ 10 പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിച്ച് 4 ആക്കി. ഇതേ തുടർന്ന് ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 12ആയി ചുരുങ്ങി. 44ാമത്തെ ചോദ്യം. 2022-ൽ ഹാങ്ഷുവിൽ നടക്കുന്ന 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം? ഉത്തരം ദി സ്മാർട്ട് ട്രിപ്ലൈറ്റ്സ് എന്നറിയപ്പെടുന്ന 3 റോബോട്ടുകൾ. റോബോട്ടുകളുടെ പേരുകൾ കോൾഗേജ്, ലിഗലിസാൻ, ചെൻചെൻ. 2022-ൽ ഹാങ്ഷുവിൽ നടക്കുന്ന 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം? ഉത്തരം ദി സ്മാർട്ട് ട്രിപ്ലെറ്റ്സ് എന്നറിയപ്പെടുന്ന 3 റോബോട്ടുകൾ. റോബോട്ടുകളുടെ പേരുകൾ കോൾഗേജ്, ലിഗലിസാൻ, ചെൻചെൻ. 45ാമത്തെ ചോദ്യം. അന്താരാഷ്ട്ര മനസാക്ഷി ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത് എന്നാണ്? ഉത്തരം ഏപ്രിൽ 5. അന്താരാഷ്ട്ര മനസാക്ഷി ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത് എന്നാണ്? ഉത്തരം ഏപ്രിൽ 5.
46-ാമത്തെ ചോദ്യം. ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയം അവശ്യമരുന്നുകൾ എത്തിക്കുന്നതിനായി നടത്തുന്ന ചരക്ക് വിമാനങ്ങളുടെ സർവീസ്. ഉത്തരം ലൈഫ് ലൈൻ ഉഡാൻ. ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയം അവശ്യമരുന്നുകൾ എത്തിക്കുന്നതിനായി നടത്തുന്ന ചരക്ക് വിമാനങ്ങളുടെ സർവീസാണ് ലൈഫ് ലൈൻ ഉഡാൻ. 47-ാമത്തെ ചോദ്യം. 2024 ചന്ദ്രോപരിതലത്തിൽ മനുഷ്യന് തങ്ങാൻ കഴിയുന്ന ബഹിരാകാശ ക്യാമ്പ് അർട്ടമിസ് സ്ഥാപിക്കുവാൻ പദ്ധതിയിട്ടത്. ഉത്തരം നാസ. 2024 ചന്ദ്രോപരിതലത്തിൽ മനുഷ്യന് തങ്ങാൻ കഴിയുന്ന ബഹിരാകാശ ക്യാമ്പ് അർട്ടമിസ് സ്ഥാപിക്കുവാൻ പദ്ധതിയിട്ടത്. ഉത്തരം നാസ. 48-ാമത്തെ ചോദ്യം. ന്യൂയോർക്കിലെ ബോൺസ് മൃഗശാലയിലെ COVID-19 സ്ഥിരീകരിച്ച കടുവ. ഉത്തരം നദ്രിയ. ന്യൂയോർക്കിലെ ബോൺസ് മൃഗശാലയിലെ COVID-19 സ്ഥിരീകരിച്ച കടുവ. ഉത്തരം നദ്രിയ. 49-ാമത്തെ ചോദ്യം. 2020 മാർച്ചിൽ COVID-19 ബാധിച്ചു മരിച്ച പ്രശസ്ത ഇന്ത്യൻ വംശജനായ വൈറോളജിസ്റ്റ് ആരാണ്? ഉത്തരം ഗീത റാംജി. 2020 മാർച്ചിൽ COVID-19 ബാധിച്ചു മരിച്ച പ്രശസ്ത ഇന്ത്യൻ വംശജനായ വൈറോളജിസ്റ്റ്. ഉത്തരം ഗീത റാംജി. 50-ാമത്തെ ചോദ്യം. ലോക്ക്ഡൗൺ കാലത്ത് ജനങ്ങൾക്ക് പഴം, പച്ചക്കറി മുതലായവ ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി. ഉത്തരം ജീവനി സഞ്ജീവിനി. ലോക്ക്ഡൗൺ കാലത്ത് ജനങ്ങൾക്ക് പഴം, പച്ചക്കറികൾ മുതലായവ ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ജീവനി സഞ്ജീവിനി. 51-ാമത്തെ ചോദ്യം. COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായി വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവരെ ശ്രദ്ധിക്കുന്നതിനായി ഹൗസ് മാർക്കറ്റിംഗ് ആരംഭിച്ച ആദ്യ ജില്ല ഏതാണ്? ഉത്തരം തിരുവനന്തപുരം. COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായി വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവരെ ശ്രദ്ധിക്കുന്നതിനായി ഹൗസ് മാർക്കറ്റിംഗ് ആരംഭിച്ച ആദ്യ ജില്ലയാണ് തിരുവനന്തപുരം. 52-ാമത്തെ ചോദ്യം. ലോക്ക്ഡൗൺ കാലത്ത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്കു മരുന്ന് ലഭിക്കുവാനായി ഹോമിയോ വകുപ്പ് വയനാട്ടിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം അരികെ. ലോക്ക്ഡൗൺ കാലത്ത് മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്നവർക്ക് മരുന്ന് ലഭ്യമാക്കുന്നതിനായി ഹോമിയോ വകുപ്പ് വയനാട്ടിൽ ആരംഭിച്ച പദ്ധതി. ഉത്തരം അരികെ. 53-ാമത്തെ ചോദ്യം. ലോക്ക്ഡൗണിന് ശേഷവും തുടരേണ്ട നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകുവാൻ നിയോഗിച്ച സമിതി അധ്യക്ഷൻ ആരാണ്? ഉത്തരം KM എബ്രഹാം. ലോക്ക്ഡൗണിന് ശേഷവും തുടരേണ്ട നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകുവാൻ നിയോഗിച്ച സമിതി അധ്യക്ഷൻ ആരാണ്? ഉത്തരം KM എബ്രഹാം. 54-ാമത്തെ ചോദ്യം. COVID-19 ആരോഗ്യ സേവനങ്ങളെല്ലാം ഒറ്റ നമ്പറിൽ ലഭ്യമാക്കുന്നതിനായി മലപ്പുറം ജില്ല ആരംഭിച്ച പദ്ധതി. ഉത്തരം സ്നേഹ. COVID-19 ആരോഗ്യ സേവനങ്ങളെല്ലാം ഒറ്റ നമ്പറിൽ ലഭ്യമാക്കുന്നതിനായി മലപ്പുറം ജില്ല ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹ. 55-ാമത്തെ ചോദ്യം. ISO അംഗീകാരം ലഭിച്ച കേരള മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനം. ഉത്തരം സ്ട്രെയിറ്റ് ഫോർവേഡ്. ISO അംഗീകാരം ലഭിച്ച കേരള മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനം. ഉത്തരം സ്ട്രെയിറ്റ് ഫോർവേഡ്. 56-ാമത്തെ ചോദ്യം. ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി പ്രകടിപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി. ഉത്തരം അക്ഷരവൃക്ഷം. ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി പ്രകടിപ്പിക്കുന്നതിനായി ഉത്തരം അക്ഷരവൃക്ഷം. 57-ാമത്തെ ചോദ്യം. COVID-19 എതിരെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതി തലവൻ ആരാണ്? ഉത്തരം അമിതാഭ് കാന്ത്. COVID-19 എതിരെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതി തലവൻ. ഉത്തരം അമിതാഭ് കാന്ത്. 58-ാമത്തെ ചോദ്യം. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ അടക്കമുള്ള മരുന്നുകളുടെ കയറ്റുമതി വിലക്ക് ഇന്ത്യ പിൻവലിച്ചത് എന്നാണ്? ഉത്തരം 2020 ഏപ്രിൽ 7-ന്. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ അടക്കമുള്ള മരുന്നുകളുടെ കയറ്റുമതി വിലക്ക് ഇന്ത്യ പിൻവലിച്ചത് 2020 ഏപ്രിൽ 7-ന്. 59-ാമത്തെ ചോദ്യം. കോവിഡ് നിയന്ത്രണങ്ങളുടെ കാലത്ത് കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആവിഷ്കരിച്ച വായ്പാ പദ്ധതി. ഉത്തരം മുഖ്യമന്ത്രിയുടെ സഹായഹസ്തം വായ്പാ പദ്ധതി. കോവിഡ് നിയന്ത്രണങ്ങളുടെ കാലത്ത് കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആവിഷ്കരിച്ച വായ്പാ പദ്ധതി. ഉത്തരം മുഖ്യമന്ത്രിയുടെ സഹായഹസ്തം വായ്പാ പദ്ധതി. 60-ാമത്തെ ചോദ്യം. രോഗം ഭേദമായവരുടെ ശരീരത്തിൽ നിന്നും
ആന്റിബോഡി ശേഖരിച്ച് രോഗികളിൽ നൽകുന്ന കോൺവലാസന്റ് സെറ എന്ന ചികിത്സയ്ക്ക് കേരളത്തിന് അനുമതി ലഭിച്ചു. ഈ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആന്റിബോഡി ഏതാണ്? ഉത്തരം ഇമ്മ്യൂണോ ഗ്ലോബുലിൻ സി. രോഗം ഭേദമായവരുടെ ശരീരത്തിൽ നിന്നും ആന്റിബോഡി ശേഖരിച്ച് രോഗികളിൽ നൽകുന്ന കോൺവലാസന്റ് സെറ എന്ന ചികിത്സയ്ക്ക് കേരളത്തിന് അനുമതി ലഭിച്ചു. ഈ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആന്റിബോഡി ഏതാണ്? ഉത്തരം ഇമ്മ്യൂണോ ഗ്ലോബുലിൻ സി. ഇമ്മ്യൂണോ ഗ്ലോബുലിൻ സി. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.